ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഫേസ് പാക്കുകൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന, അതായത് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന കുറച്ച് നമ്മൾ അടുക്കളയിൽ തന്നെ കിട്ടുന്ന കുറച്ച് പൗഡേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരടിപൊളി ഫേസ് പാക്കാണ്. അതായത് മൊത്തം ഫേസ് പാക്കുകൾ കൂടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് വേണമെങ്കിൽ പറയാം. നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് പറ്റാത്തതുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഉലുവ പൊടിയാണ്. ഉലുവ പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു മാജിക്കൽ പൗഡർ തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ ഓട്സിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതും നമ്മുടെ കറുത്ത പാടുകളും കരുവാളിപ്പൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഈ ആഡ് ചെയ്യുന്ന എല്ലാ സാധനവും ഒരേ അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ 1 ടീസ്പൂൺ എടുക്കുന്നതാണെങ്കിൽ എല്ലാം 1 ടീസ്പൂൺ, എല്ലാ അരയാണെങ്കിൽ എല്ലാ അര എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കടലമാവാണ് ആഡ് ചെയ്തത്. കടലമാവിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും അധിക ഫേസ് പാക്കുകളിലും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാകുന്നതും ആയ ഒരു സാധനമാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. ഇത്രയും പൗഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ തൈരിലാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുക. അപ്പോൾ അത് 1-1.5 ടേബിൾ സ്പൂണോ നമുക്ക് എടുക്കാം. അതായത് നമുക്ക് ഈ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള അത്രയും നിങ്ങൾക്ക് ഈ ഒരു തൈര് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. പക്ഷേ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസമല്ല, നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കൂടി യൂസ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഈ ഫേസ് പാക്ക് തയ്യാറാക്കി എടുത്തതിന് ശേഷം മുഖം നല്ല വൃത്തിയിൽ കഴുകി തുടച്ചെടുക്കുക. കഴുകി തുടച്ചെടുത്തതിന് ശേഷം മാത്രം നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർക്കുലർ മോഷനിൽ താടിയുടെ ഭാഗത്തുനിന്ന് മേലിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന മസാജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് നല്ലൊരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മളെപ്പം ഫേസ് പാക്ക് ഇടുന്നേരം നല്ലൊരു മസാജ് കൊടുത്തിട്ടിടുക. ഇതൊരു 25 മിനിറ്റ്സ് ഫേസിലേക്ക് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിക്കളയുക. അങ്ങനെ കഴുകുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. പക്ഷേ ഈ ഒരു ഇത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുക. അല്ല ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പുറത്തൊന്നും ഇറങ്ങാത്ത സമയത്ത്, അതായത് വെയിൽ കൊള്ളാണ്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ഇത് യൂസ് ചെയ്യുക. പിന്നെ വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് പിന്നീട് നിങ്ങൾ പുറത്ത് വെയിൽ കൊള്ളാനൊന്നും പോകാത്തൊരു രീതിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നന്നാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.